بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൻ നംൽ 81, 82, 83 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. وما أنت بهاد العمي عن ضلالتهم. ഇവിടെ വമാ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൻത ഈ പദത്തിലെ സാക്കിന താനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം, അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അൻത അൻത എന്ന് പറയേണ്ട. വമാ അൻത ബിഹാദിൽ ഉംയി. ബിഹാദി എന്നതിലെ യാ ദീർഘാക്ഷരമായ യാ അത് വഖഫിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വസ്ലിൽ കളയപ്പെടുന്നതാണ്. ഇൽത്തിഖാ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി ആ യാഇനെ കളഞ്ഞുകൊണ്ട് ബിഹാദിൽ ഉംയി എന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ضلالتهم ഇവിടെ സാക്കിന താനൂനും ശേഷം ദ്വാദുമാണ്. സാക്കിന താനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. എന്നാൽ മണിക്കലിൽ ഇവിടെ നേരത്തെ അൻത പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായും വിപരീതമായി ഇവിടുത്തെ മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. ശേഷം ദ്വാദ് ഉണ്ട് എന്ന കാരണത്താൽ. അപ്പോൾ ദ്വാദിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ദ്വാദ്. അതുകൊണ്ട് തന്നെയാണ് തൊട്ടു മുമ്പിൽ വന്ന സാക്കിന താനൂനിനെയും തഫ്ഖീം ചെയ്യണം എന്ന് പറയുന്നത്. തുസ്മിഉ വീണ്ടും സാക്കിന താനൂൻ ശേഷം താ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി നൂനിനെ മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ഇവിടെ സാക്കിന താനൂനും ശേഷം യാഉമാണ്. നൂനിനെ ഇദ്ഗാം ചെയ്യണം. യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ. ഫഹും എന്നതിലെ സാക്കിന മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ശബ്ദമുള്ള മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ അല്ലെങ്കിൽ മുത്തമാസിലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ഇദ്ഗാം. ഫഹും മുസ്ലിമൂൻ. وإذا وقع القول عليهم وقع ഈ പദം ശ്രദ്ധിക്കുക. വാവ് 2 ചുണ്ടുകളിൽ നിന്നാണ് ഉച്ചരിക്കുക. ശേഷം ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട, അല്പം കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷിദ്ദത്തിൻ്റെ ഹർഫാണല്ലോ ഖാഫ്. വാവിലും ഖാഫിന് ശേഷം വരുന്ന ഐനിലും തർക്കീഖാണ്. രണ്ടും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. അപ്പോൾ അത് ഓരോ ഹർഫിനും കൃത്യമായി അതിൻ്റെ സിഫാത്തുകൾ നൽകണം. വഖഅൽ ഖൗലു
വഖഅൽ ഖൗലു, ശേഷം ഖാഫ് വീണ്ടും വരുന്നു, തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ചുച്ചരിക്കുക. അലൈഹിം അഖ്റജ്നാ ലഹും, അലൈഹിം ലഹും, ഇതിലൊക്കെയുള്ള സാക്കിനത്ത മീമുകളെ ഇദ്ഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അഖ്റജ്ന, ഇവിടെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളുണ്ട് ഈ പദത്തിൽ. ഒന്ന് ഖാ, രണ്ടാമത്തേത് റാ. ഖാഇന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം. സാക്കിനത്തായ ഖാ, ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണല്ലോ ഖാ. ശേഷം റാ വരുന്നു, മഫ്തൂഹായ ഫത്ഹ നൽകപ്പെട്ട റാ. അഖ്റജ്ന, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുകയും വേണം. അഖ്റജ്നാ ലഹും ദാബ്ബ, ഇതിലുള്ള ദീർഘം മദ് ലാസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ്. ലാസിം എന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടായിത്തീരുക. അങ്ങനെ വരുമ്പോൾ ദീർഘിപ്പിക്കുന്ന ദീർഘത്തിനാണ് ലാസിം എന്ന് പറയുക. ഇവിടെ ദീർഘാക്ഷരമായ അലിഫിന് ശേഷം വഖഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂനാണുള്ളത്. ഷദ്ദുള്ള ഹർഫായതുകൊണ്ടാണ് മുസഖൽ എന്ന പേര് കൂടി നൽകുന്നത്. ഇതൊരു പദമാണ് എന്നതുകൊണ്ടാണ് കലിമി എന്ന് പറയുന്നത്. വിശദമായ കാര്യങ്ങൾ തജ്വീദ് ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇനിയും സൂചിപ്പിക്കാവുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഈ ദീർഘം 6 ഹറക്കത്തിൻ്റെ അളവിൽ നൽകൽ നിർബന്ധമാണ്. ദാബ്ബതൻ മിനൽ അർദ്, ഇവിടെ ദാബ്ബതൻ തൻവീൻ വരുന്നു, ശേഷം മീമ് വരുന്നു. തൻവീനിനെ പൂർണ്ണമായി മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ, അങ്ങനെ ഷദ്ദുള്ള ഒരു മീമ് മാത്രമാണ് ഉച്ചാരണത്തിൽ ഉണ്ടാവുക. ദാബ്ബതൻ മിനൽ അർദ്, അൽ അർദ്. മിന എന്നതിലെ സാക്കിനത നൂനിൻ്റെ സുക്കൂൻ പോയി ഫത്ഹായത് ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടിയാണ്, ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി. മിൻ അൽ അർദ് എന്നായിരുന്നു, അത് മിനൽ അർദ് എന്ന ഹറക്കത്ത് കൊടുത്തു. അൽ അർദ്, റാ, ദ്വാദ് ഇവയൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ചേർത്ത് ഓതുമ്പോൾ മിനൽ അർദി തുകല്ലിമുഹും, മിനൽ അർദി, ദ്വാദിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് വരിക. തുകല്ലിമുഹും, അന്ന സാക്കിൻ തമീമും ശേഷം ഹംസയുമാണ്. ഇൽഹാർ ഷഫവി മണിക്കാതെ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം. അന്നന്നാസ, അവിടെ ഷദ്ദുള്ള നൂനുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. നൂൻ മുഷദ്ദദയെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ, ഇവിടെ നോക്കുക, ആവർത്തിച്ചു വരുന്ന അലിഫുകൾ എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളെ ദീർഘിപ്പിക്കുന്നു എന്നതുകൊണ്ട് തർക്കീഖാണ് അവയ്ക്കൊക്കെ ഉണ്ടാവുക. നേരത്തെ ദാബ്ബ എന്ന പദത്തിലുള്ള അലിഫും ഒക്കെ അതിന് തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. അത് നാം പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലാ യൂഖിനൂൻ, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം അതിനും നൽകുക. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണല്ലോ ഖാഫ്. വയൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മ, നഹ്ശുറു, ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. തൊണ്ടയുടെ മധ്യമാണ് ഹാഇൻ്റെ മഖ്റജ്. നഹ്ശുറു, റാഇന് തഫ്ഖീമാണ്.
മിൻ കുല്ലി സാക്കിനത്തായ നൂനും ശേഷം കാഫും. ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ വ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖ് വേണം. മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജ. ഷദ്ദുള്ള മീമിനെ മണിക്കണം. താഇൻ്റെ തൻവീൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്. ശേഷം ഫാ വന്നതുകൊണ്ട് അപ്പോൾ മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജൻ മിമ്മൻ യുകദ്ദിബ്. ഫൗജൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ശേഷം ഷദ്ദുള്ള മീം വീണ്ടും ആവർത്തിക്കുന്നു. മണിച്ചുകൊണ്ട് അതിനെയും ഉച്ചരിക്കുക. ഫൗജൻ മിമ്മൻ യുകദ്ദിബ് സാക്കിനത്തായ നൂനും ശേഷം യാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് നൂനിനെ ലയിപ്പിച്ച് മണിക്കുക. മിമ്മൻ യുകദ്ദിബു ബിആയാതിനാ ഫഹും യൂസഊൻ. ഫഹും സാക്കിനത്തായ മീമും ശേഷം യാവും ഇദ്ഹാർ ശഫവി നൽകി മണിക്കാതെ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون. ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا فهم